ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും അതിൻ്റെ സ്റ്റിച്ചിങ്ങുമാണ്. ഇതെല്ലാം കൂടെ ഒറ്റ വീഡിയോയിലാണുള്ളത്. ബാക്ക് ഫ്രണ്ട് ട്രാൻസ്പെറൻറ്റ് നെക്ക്, പഫ് സ്ലീവ്, ബാക്ക് സിബ്, സൈഡ് സിബ്, ഇതെല്ലാം കൂടെ ഒറ്റ വീഡിയോയിലാണ്. വീഡിയോ കുറച്ച് ലെങ്ത് ആണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോയാലോ. ഈ ക്രോപ്പ് ടോപ്പ് തയ്ക്കുന്നത് ഒരു കൊച്ചു കുട്ടിക്കാണ്, 5 വയസ്സായ കുട്ടിക്കാണ്. ഇത് നിങ്ങളുടെ അളവനുസരിച്ച് ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് വർക്ക് മെറ്റീരിയൽ, വർക്ക് നെറ്റ് 1/2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഞാൻ സാറ്റൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. സാറ്റൻ മെറ്റീരിയൽ സ്കേർട്ടിൻ്റെ കൂടെ ഉള്ളതാണ്, സ്കേർട്ടിന് കൂടെ ചേർന്നതാണ്. 2 മീറ്ററാണ്. ഇതിലെ ആവശ്യം 1/2 മീറ്ററാണ്. കോട്ടൺ മെറ്റീരിയൽ 2 മീറ്ററാണ്. ഇതിലത്തേക്ക് ആവശ്യം 1/2 മീറ്ററാണ്. അപ്പോൾ 3 മെറ്റീരിയലും ഞാൻ 1/2 മീറ്റർ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം ഇനി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ സ്കേർട്ടിലത്തേക്ക് എടുത്തു പോയിട്ട് ഉള്ള ബാക്കി തുണിയാണ് 1/2 മീറ്ററോളം വരും. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും അളവിലെടുക്കുക. ഒരു 10 വയസ്സ് വരെ ഈ 1/2 മീറ്റർ മതിയാകും. 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ 1 മീറ്റർ ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ഈ തുണി ഇനി 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ കോട്ടൺ ലൈനിങ്ങിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് മറ്റുള്ള ക്ലോത്തിലേക്ക് കട്ട് ചെയ്യുന്നത്. നല്ല ക്ലോത്തിലും അതിൻ്റെ സാറ്റൻ ക്ലോത്തിലും കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് രീതിക്ക് വേണോ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇതുപോലെ സ്കേർട്ടിൻ്റെ പാർട്ടിൻ്റെ ബാക്കി വന്നത് ക്ലോത്ത് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പീസ് വന്നത്. ഞാൻ അല്ലാത്ത തുണിയായാലും നിങ്ങൾക്ക് 1/2 മീറ്റർ സെപ്പറേറ്റ് വാങ്ങുന്നതായാലും ഇതേ മെത്തേഡിൽ തന്നെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഞാൻ ഫോൾഡിങ് ഭാഗം എവിടെ വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതനുസരിച്ച് തന്നെ നല്ല ലെവലായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഈ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗത്തൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലോത്തിൽ കോണോ അങ്ങനെ ഒന്നും ഇല്ല എങ്കിൽ അത് ലൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 1/2 ഇഞ്ച് 3/4 ഇഞ്ചോളം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് ആവശ്യം അത് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 12 ഇഞ്ചാണ് ലെങ്ത് ആവശ്യം. ഞാൻ 12 ഇഞ്ചിൻ്റെ ഒപ്പം 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 1 ഇഞ്ച് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഷോൾഡറിലത്തേക്ക് 1/2 ഇഞ്ച്, താഴ്ഭാഗം ഫോൾഡ് ചെയ്യുന്നതിലേക്ക് 1/2 ഇഞ്ച്, അങ്ങനെ ടോട്ടൽ ഞാൻ 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ നെക്ക് വിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ ഷോൾഡർ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്നിട്ട് ആം ഹോളാണ് മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോളിൻ്റെ ലെങ്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ചെസ്റ്റ് എത്രയാണോ ആവശ്യം അത് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് അളവ് നിങ്ങളുടെ അളവനുസരിച്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആം ഹോളും ഷോൾഡറും നെക്ക് വിട്ടെല്ലാം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത് തന്നെ മാർക്ക് ചെയ്യുക. ഇതേ രീതി മതിയാവും. എനിക്ക് ചെസ്റ്റ് അളവ് 24 ഇഞ്ചാണ് ആവശ്യം. അതിനെ ഞാൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 6 ഇഞ്ച് കിട്ടുന്നുണ്ട്. അത് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ലീവ് അലവൻസ്, തയ്യൽ തുമ്പ് എത്രയാണോ ആവശ്യം അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴ്ഭാഗം അരഭാഗത്തെ വണ്ണമാണ് ആവശ്യം. നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ ലെങ്ത് എത്രയാണോ ആവശ്യം അവിടെ നിന്നുള്ള റൗണ്ട് അളവാണ് എടുക്കേണ്ടത്. എനിക്ക് 12 ഇഞ്ച് വന്നതിൻ്റെ അവിടെ 22 ഇഞ്ചാണ് വന്നത്. അപ്പോൾ അതിനെ ഞാൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 5.5 മാർക്ക് ചെയ്ത് ആവശ്യമായ സ്ലീവ് അലവൻസും മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി ആം ഹോളാണ് മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോള് ഞാൻ ഈ എൻഡ് ഭാഗം വരൂലേ, അവിടെ നിന്ന് മുകളിലോട്ട് 1 ഇഞ്ച് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളതിൽ ആം ഹോള് സ്കെയിലുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ എൻഡ് ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എത്രയാണോ ആം ഹോള് ലെങ്ത് എടുത്ത് അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇതുപോലെ, എനിക്കിവിടെ 5 ഇഞ്ചാണ് വന്നത്. 5 ഇഞ്ചിൻ്റെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2.5 ഇഞ്ചിൽ നിന്ന് ഇതുപോലൊന്ന് കർവായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആം ഹോളും ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. നെക്കൊക്കെ ഞാൻ പിന്നീടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ക്ലോത്ത് വെച്ചിട്ട് തന്നെ മറ്റുള്ള തുണികളിൽ, അതായത് സാറ്റൻ ക്ലോത്തിലും നെറ്റ് ക്ലോത്തിലും ഞാൻ ഇതേ രീതിക്ക് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ സാറ്റൻ ക്ലോത്തിൽ ഇതേ രീതിക്ക് കട്ട് ചെയ്യുന്നുണ്ട്. സാറ്റൻ ക്ലോത്ത് പ്രത്യേകിച്ച് കട്ട് ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും ലെവലായിരിക്കണം. തെന്നി മാറാൻ ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം.
എന്നിട്ട് ഇതിൻ്റെയൊക്കെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെറ്റ് ക്ലോത്തിലും ഞാൻ ഈ ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സെയിം രീതി തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. നല്ല ക്ലോത്ത് നിങ്ങൾ നെറ്റാണെങ്കിലും ഏത് ക്ലോത്ത് ആയാലും സ്ലീവിനുള്ള 1/2 മീറ്ററാണ് എടുക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ സ്ലീവിനുള്ള തുണി ഒന്നുകിൽ മുകളിൽ ഭാഗത്ത് നിന്ന് ഇല്ലെങ്കിൽ സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടതിന് ശേഷം മാത്രമേ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാവൂ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ലീവിന് ക്ലോത്ത് തികയാതെ വരും. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവിലത്തേക്കായിട്ട് ഞാൻ ഇതുപോലെ ബാക്കി വന്ന ക്ലോത്തിനെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സൈഡ് ഭാഗത്തു നിന്നാണ് വന്നെങ്കിൽ ആ ഭാഗം ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഞാനിപ്പോൾ മുകൾ ഭാഗത്തു നിന്നാണ്, നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തതിൻ്റെ മുകൾ ഭാഗത്തു നിന്നാണ് സ്ലീവിലത്തേക്ക് എടുത്തിട്ടുള്ളത്. എനിക്ക് സ്ലീവ് ലെങ്ത് ആവശ്യം 2 ഇഞ്ചാണ് ആവശ്യം. ഞാൻ അതിൻ്റെ സ്ലീവ് അലവൻസ് ഉൾപ്പെടെ 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് ആവശ്യം അതിനോടൊപ്പം 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1.5 ഇഞ്ച് പഫ് ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പഫ് ലെങ്ത് കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ 1.5 തന്നെ മതിയാവും. അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. പഫ് ലെങ്ത് എത്രയാണോ മാർക്ക് ചെയ്ത് അത് തന്നെയാണ് പഫിലത്തെ ചുരുക്കിലത്തേക്കും മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ 1.5 ഇഞ്ച് പഫ് ലെങ്ത് മാർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് 1.5 ഇഞ്ച് ഇതുപോലൊന്ന് പഫ് ചുരുക്കിലത്തേക്ക് മാർക്ക് ചെയ്ത് അതിനുശേഷം 1.5 ഇഞ്ച് എവിടെയാണോ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ നോർമലി സ്ലീവ് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആം ഹോൾ കറക്റ്റിന് ഉണ്ടോ നോക്കുക, ക്ലോത്ത് നമുക്ക് അവിടെ ഉണ്ടോ നോക്കുക. എനിക്ക് 10 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട് വേണ്ടത്. അതിലത്തേക്കായിട്ട് അത് കഴിഞ്ഞിട്ട് സ്ലീവ് അലവൻസ് തയ്യൽ തുമ്പൂടെ ഉള്ളത് പോകെ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്കിയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ മാർക്കിംഗ് അനുസരിച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. സ്ലീവ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ 1.5 ഇഞ്ച് എവിടെയാണോ മാർക്ക് ചെയ്ത് അവിടെയും ഇതുപോലൊന്ന് മാർക്ക് ചെയ്യുക. നിങ്ങൾ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം പഫ് വിഡ്ത്തിൻ്റെ അവിടെ എത്രയാണോ മാർക്ക് ചെയ്ത് അത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നെക്ക് കട്ട് ചെയ്യുന്നതിലത്തേക്കായിട്ട് ഞാൻ സാറ്റൻ ക്ലോത്തും കോട്ടൺ ക്ലോത്തും ഇതുപോലൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്തുള്ളത് എടുത്ത് വയ്ക്കുക. ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട്, ബാക്ക് പീസ് ആണെങ്കിൽ ബാക്ക് പീസ്, അതനുസരിച്ച് നിങ്ങൾ എടുത്ത് വയ്ക്കുക. എടുത്ത് വെച്ചതിന് ശേഷം നെക്ക് ഇവിടെ ട്രാൻസ്പെറൻറ്റ് നെക്ക് ആയതുകൊണ്ട് നമുക്ക് നെക്ക് വിഡ്ത്ത് ഇതിൽ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് നെക്ക് ലെങ്ത് എത്രയാണോ ആവശ്യം അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഞാനിവിടെ നെക്ക് ലെങ്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ആം ഹോളിൻ്റെ ആ ഭാഗം എൻ്റെ ഭാഗത്ത് നിന്ന് 3.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് നെക്ക് ഏത് ഡിസൈനാണോ ആവശ്യം ആ ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടല്ലോ ആ രീതിക്കാണ് ചെയ്യുന്നത്. ഇതുപോലൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസ് ലൈനിങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്ക് പീസിൽ ലൈനിങ് ആണ് കട്ട് ചെയ്യേണ്ടത്. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാറ്റൻ ക്ലോത്ത് ആണെങ്കിൽ നല്ല ലെവലായിട്ട് ഫോൾഡ് ചെയ്ത് മടക്കി വെക്കണം. ശേഷം ഇവിടെ നെക്ക് നേരത്തെ പോലെ തന്നെയാണ്. വിഡ്ത്തിൻ്റെ ആവശ്യമില്ല. നെക്ക് ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആം ഹോൾ നേരത്തെ മാർക്ക് ചെയ്ത അതേ രീതിക്ക് തന്നെയാണ് നെക്ക് ലെങ്ത് 3.5 മാർക്ക് ചെയ്യുമ്പോൾ ആം ഹോളിൻ്റെ അവിടുത്തെ ലെങ്തും 3.5 തന്നെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ കൊടുക്കുക. നിങ്ങൾ ഇതേ ഡിസൈൻ ആണെങ്കിൽ മാത്രം ഇങ്ങനെ കൊടുത്താൽ മതി. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ആവശ്യം അത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നല്ല ക്ലോത്തായ നെറ്റ് ക്ലോത്തിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത് നെക്ക്. അപ്പോൾ അതിൽ ഞാൻ കഴുത്തകലം 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കഴുത്ത് ഇറക്കം നെക്ക് ലെങ്ത് 2 ഇഞ്ച് തന്നെ കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതിന് ഒന്ന് ബോക്സായിട്ട് വരച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം അത് നിങ്ങൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. ഞാനിവിടെ യു ഷേപ്പാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ ലൈൻ അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത്. അതും ഇതേ രീതിക്ക് തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ആ 2.5 ഇഞ്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സിബ് വയ്ക്കുമ്പോഴുള്ള ആ ഒരു ഗ്യാപ്പും കൂടെ ചേർത്തിട്ടാണ്. നെക്ക് ലെങ്ത്തും 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇറക്കവും അകലവും 2.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അതും ഞാൻ യു ഷേപ്പ് കൊടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പ്ലെയിൻ നെറ്റിൽ നിന്ന്, അതായത് സ്കേർട്ടിൻ്റെ
ഭാഗത്തുള്ളതാണിത്. പ്ലെയിൻ നെറ്റിൽ നിന്ന് ഞാനിവിടെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം. പ്ലെയിൻ നെറ്റാകുമ്പോൾ, നെറ്റ് ക്ലോത്ത് ആണെങ്കിൽ പ്ലെയിൻ നെറ്റാകുമ്പോൾ ഒരു ഭംഗിയായിരിക്കും, സ്റ്റിച്ചൊന്നും എടുത്ത് കാണാതിരിക്കും. ഇതിനെ ഇനി നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാനിവിടെ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്ലീവിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗം ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യേണ്ടത് ചീത്ത ഭാഗത്തോട്ടാണ്. ഇതുപോലൊന്ന് രണ്ടായിട്ട് ആദ്യം 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കി ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം മറ്റേ സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് മടക്കി വെച്ചതിന് ശേഷം മുകൾ ഭാഗത്ത് എന്തെങ്കിലും തുണി തെന്നി മാറി നിൽക്കുകയാണെങ്കിൽ, അതായത് കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. എനിക്ക് ഇത്രയും ഭാഗം ഒന്ന് കൂടുതലായി വന്നിട്ടുണ്ട്. നമ്മൾ ഫോൾഡിങ് വരുന്നതിൻ്റെ വേരിയേഷനാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിനൊന്നും ബാക്കി വരുന്നതെല്ലാം ഈ സമയം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ല പഫിൻ്റെ ആ സൈസ് ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗവും മുകൾ ഭാഗവും എല്ലാം അതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി പഫിലത്തേക്കായിട്ടുള്ള ചുരുക്കിട്ട് കൊടുക്കാം. ഇനി പഫിലത്തേക്കായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, തൊട്ട് മുന്നിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തെ അറ്റത്ത് ഞാൻ മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് ബാക്കിൽ, അതായത് മാർക്കിങ്ങിൻ്റെ തൊട്ടടുത്താണ് വീണ്ടും ഒരു പ്ലീറ്റ് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്താൻ പോകുന്നത്. കണ്ടല്ലോ, ഇതുപോലെ തന്നെ കുഞ്ഞ് നിങ്ങൾക്ക് എത്രത്തോളം കുഞ്ഞ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും അതുപോലെ കുഞ്ഞ് പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഈ സ്റ്റിച്ചിൻ്റെ പുറത്തൂടെ, നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചതിൻ്റെ സ്റ്റിച്ചിൻ്റെ പുറത്തൂടെയാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്ന സ്റ്റിച്ചും വരുന്നത്. 2 സ്റ്റിച്ചായിട്ടല്ല വരുന്നത്. അതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതല്ലെങ്കിൽ നമുക്ക് വേറെ പീസ് വെച്ച് ഇതിൽ ജോയിൻ ചെയ്യേണ്ടി വരും. ഇപ്പം നെറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് അതൊരു ബോറായി തീരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി സ്ലീവിൻ്റെ മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്യാം. മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് ബാക്കിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്ത്, അതായത് മാർക്കിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പ്ലീറ്റ് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് സ്റ്റിച്ച് നിർത്തുന്നത്. ഇതേ മെത്തേഡിൽ തന്നെ മറ്റേ സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, നമ്മൾ നേരത്തെ ആം ഹോളിൻ്റെ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ, അതുപോലെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കാം. എനിക്കിപ്പോൾ ഒരു വേരിയേഷനും ഇല്ല. അപ്പോൾ പഫ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത് ട്രാൻസ്പെറൻറ്റ് നെക്കിനുള്ള സ്റ്റിച്ചിങ്ങാണ് ചെയ്യേണ്ടത്. അതിലത്തേക്കായിട്ട് ഞാനിവിടെ സാറ്റൻ ക്ലോത്ത് ആദ്യം നിവർത്തി വെച്ച് അതിൻ്റെ പുറത്ത് കോട്ടൺ ക്ലോത്തും നിവർത്തി വെച്ചിട്ടുണ്ട്. സാറ്റൻ ക്ലോത്ത് നല്ല ഭാഗത്താണ്, സാറ്റൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് കോട്ടൺ ലൈനിങ്ങും വെച്ച് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഒരറ്റത്തുനിന്ന് മറു സൈഡ് വരെ ഇതുപോലൊന്ന്, നിങ്ങൾക്ക് ഏത് നെക്ക് ഡിസൈനാണോ വയ്ക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നെക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് സ്ട്രെയിറ്റ് ലൈൻ വന്നത്. ഇനി ഇതിനെ നമുക്ക് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കോട്ടൺ ലൈനിങ്ങിലോട്ടാണ് വരേണ്ടത്. ഇതുപോലൊന്ന് കോട്ടൺ ലൈനിങ്ങിൽ ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ 3 വശവും 2 ലൈനിങ്ങുകളും ചേർത്തൊന്ന് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് നെറ്റും കൂടെ വയ്ക്കുമ്പോഴത്തേന് 2 ലൈനിങ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാൻ ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ആം ഹോളും സെയിമായിട്ട് വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷമാണ് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ക്രോസ് പീസ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിനൊന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ലെവൽ ചെയ്തെടുക്കുക. ഇനി ഈ ക്രോസ് പീസ് നെക്കിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിലത്തേക്കായിട്ട് ക്രോസ് പീസ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന തുണിയുടെ നല്ല വശത്ത്, അതായത്
ഡിസൈൻ നെറ്റ് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശത്ത് ക്രോസ് പീസ് വെച്ച് 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഇതുപോലെ ഒരു ഷോൾഡർ മുതൽ മറ്റേ ഷോൾഡർ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ 1/2 ഇഞ്ച് വ്യത്യാസത്തിലാണ് സ്റ്റിച്ച് ചെയ്തത്. അതിനെ ഒരു 1/4 ഇഞ്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. നമ്മൾ നെക്ക് വിഡ്ത്ത് അനുസരിച്ചാണ് 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് പോയതിനെയാണ് വീണ്ടും 1/4 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നത്. ഈ 1/4 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നത് നമ്മൾ പൈപ്പിങ് അകത്തോട്ട് മറിച്ചടിക്കുമ്പോൾ പൈപ്പിങ്ങിൻ്റെ കളറും ഇതിൻ്റെ കളറും കൂടെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ ബാക്കി തുണിയുണ്ടല്ലോ അതും കൂടെ ആകുമ്പോൾ ഡാർക്ക് കളറായി തോന്നിക്കും. അത് വരാതിരിക്കാനായിട്ടാണ്. അത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ 1/4 ഇഞ്ച് നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ ഇതുപോലൊന്ന് 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ചിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റി മാത്രം കൊടുത്താൽ മതി. നമ്മൾ 1/4 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയാലും ഇല്ലെങ്കിലും ഈ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യണം. ഇത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നെക്ക് നല്ല വളഞ്ഞ് കിട്ടത്തുള്ളൂ. അത് നമ്മൾ ഏത് ഷേപ്പാണോ കട്ട് ചെയ്യുന്നത് ആ ഷേപ്പ് അനുസരിച്ച് നെക്ക് നല്ല പെർഫെക്റ്റായിട്ട് വരത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പൈപ്പിങ്ങിൽ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തില്ലേ അതിൻ്റെ പുറത്തൂടെ ഒന്ന് ഇതുപോലെ ഏറ്റവും അറ്റത്തൂടെ ചേർത്ത് തന്നെ ഒരു സ്റ്റിച്ച് ഇതുപോലെ ഒന്ന് കൊടുക്കുക. ഇനി ഈ ക്രോസ് പീസിന് ചീത്ത ഭാഗത്തേക്ക് നമ്മൾ നല്ല വശത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി അഴുക്ക വശത്തേക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതും ആ ക്രോസ് പീസിൻ്റെ ഏറ്റവും അറ്റത്തൂടെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സാവധാനത്തിൽ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ട്രാൻസ്പെറൻ്റ് ആക്കാനായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ലൈനിങ് ക്ലോത്ത് ഉണ്ടല്ലോ അതിന് ഇതുപോലൊന്ന് നിവർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് നമ്മൾ നല്ല ക്ലോത്തിന് വെച്ച് കൊടുക്കണം. അതിന് മുന്നേ തന്നെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെയാണ് ഇതിൻ്റെ താഴെ അറ്റ ഭാഗം സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വരും. ആ സെൻറ്ററും ലൈനിങ്ങിൻ്റെ സെൻറ്ററും നല്ല ക്ലോത്തിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വയ്ക്കുമ്പോൾ തന്നെ മുകൾ ഭാഗം ട്രാൻസ്പെറൻറ്റ് കറക്റ്റായിട്ട് തന്നെ വരും. ഇതിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷോൾഡർ ടു ട്രാൻസ്പെറൻറ്റ് എവിടെയാണോ ലൈനിങ് ക്ലോത്ത് എവിടെയാണോ വന്നത് അവിടെ രണ്ട് വശത്തും ഒരുപോലെയാണോ നോക്കി ടേപ്പ് വെച്ച് ഒന്ന് അളന്ന് നോക്കിയാൽ മതി. ഒരു വശത്ത് ഇപ്പോൾ നിങ്ങൾക്ക് 3 ഇഞ്ചാണ് കിട്ടുന്നെങ്കിൽ മറ്റേ സൈഡും ഷോൾഡർ ലൈനിങ് വരെ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക. അങ്ങനെ രണ്ട് സൈഡും സെയിം ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ വയ്ക്കേണ്ട. സെയിം അല്ലെങ്കിൽ ലൈനിങ് ക്ലോത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെന്നി മാറാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്തതിന് ശേഷം ആം ഹോളിൻ്റെ അങ്ങറ്റത്ത് നിന്ന് ഞാൻ ഇപ്പോൾ സ്റ്റിച്ച് തുടങ്ങിയില്ലേ അവിടെ നിന്ന് ഇങ്ങേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് മറു സൈഡ് വരെ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ലൈനിങ് ക്ലോത്തിൻ്റെ ഏറ്റവും അറ്റത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്നാലേ ഒരു ഭംഗി കാണത്തുള്ളൂ. അതല്ലെങ്കിൽ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ തെന്നി മാറി മുകളിലോട്ടൊക്കെ ഉയർന്നു നിൽക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതുപോലൊന്ന് 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ലൈനിങ്ങും നല്ല ക്ലോത്തുമായിട്ട് ഇതുപോലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിക്ക് തന്നെ മറ്റേ ഭാഗമുണ്ടല്ലോ മറ്റേ സൈഡും ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ബാക്ക് വശവും ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 വശങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിൽ ഇൻവിസിബിൾ സിബ് വയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഇൻവിസിബിൾ സിബ്, അതായത് വലിയ ഫ്രോക്കിൻ്റെ അല്ല ചെറിയ ഗൗണിൻ്റെ ഇൻവിസിബിൾ സിബാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ സെയിം കളർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് സിബിൻ്റെ ലെങ്ത് നോക്കുക. ലെങ്തിനെക്കാട്ടിലും 1 ഇഞ്ച് മുകളിലോട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ലെങ്ത് നോക്കിയിട്ട് ലെങ്തിനെക്കാട്ടിലും 1 ഇഞ്ച് മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിനൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ അവിടം വരെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത ഭാഗം ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലൊന്ന് കട്ട് ചെയ്തതിൻ്റെ ആ ഭാഗത്തൂടെ തന്നെ ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അകത്തുള്ള ലൈനിങ്ങുകളെല്ലാം തെന്നി മാറാതെ ഒരുപോലെ തന്നെ വരാൻ ശ്രദ്ധിക്കണം.
ഇനി നിങ്ങൾക്ക് സിബ് വയ്ക്കാൻ അറിയാമെങ്കിൽ ആ രീതിക്ക് വെച്ചാൽ മതി. ഞാനിപ്പോൾ എൻ്റെ രീതിക്കാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫ്ലഷർ ഫുഡ് മാറ്റുന്ന രീതി ആദ്യം പറഞ്ഞുതരാം. ഞാൻ 2 സൈഡും ഫ്ലഷർ ഫുഡ് മാറ്റിയാണ് വയ്ക്കുന്നത്. ഈ പല്ല് വരുന്ന ഭാഗത്ത് ഈ ഫ്ലഷർ ഫുഡിൻ്റെ ഹോള് വരണം. അതാണ് ആദ്യം വെക്കേണ്ടത്. ഏത് സൈഡാണ് നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ആ സൈഡിലുള്ള സിബിൻ്റെ പല്ല് വരുന്ന ഭാഗത്തുള്ള ഫ്ലഷർ ഫുഡാണ് വെക്കേണ്ടത്. അപ്പോൾ പല്ല് വരുന്ന ഭാഗത്ത് ഹോള് വരുന്ന ഫ്ലഷർ ഫുഡാണ് വെക്കേണ്ടത്. ഞാനിപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇനി സിബിനെ നേരെ ഓപ്പൺ ചെയ്ത് വയ്ക്കണം. എങ്ങനെയാണോ സിബ് നേരെ ഇരിക്കുന്നത് നല്ല വശത്ത് വെച്ചിട്ട് തന്നെ സിബിനെ നേരെ ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏത് സൈഡാണോ ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പം ഈസി ആയിട്ട് തോന്നുന്നത് ആ സൈഡിൽ സിബിന് ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ പല്ലുകൾ ഒരു വശത്ത് തന്നെ വരണം. നേരെ ഞാൻ ഇപ്പം വെച്ചതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കരുത്. എങ്കിൽ നമുക്ക് സിബ് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നേരെ നമ്മൾ സിബ് ഇരിക്കുന്നു അതിനെ ഒന്ന് അകത്തോട്ട് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തതിന് ശേഷം എത്രത്തോളം മാക്സിമം പല്ല് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ സിബിൻ്റെ പല്ല് ചേർത്ത് എത്രത്തോളം മാക്സിമം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ ആ രീതിക്ക് 1 ഇഞ്ച് മുകളിൽ നമ്മൾ എവിടെയാണോ നേരത്തെ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് നിർത്തി അതിൻ്റെ 1 ഇഞ്ച് മുകളിൽ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ഇനി അടുത്ത വശം സ്റ്റിച്ച് ചെയ്യുന്നതും നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഫ്ലഷർ ഫുഡ് മാറ്റുക. മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് സിബിനെ ഒന്ന് നേരെ ഒന്ന് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെയും ഏറ്റവും അറ്റത്തൂടെ വച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫ്ലഷർ ഫുഡ് മാറ്റേണ്ട എങ്കിൽ ഇപ്പുറത്തെ സൈഡ് 1 ഇഞ്ച് നമ്മൾ ആദ്യത്തെ സൈഡ് മാർക്ക് ചെയ്തില്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി. ഞാൻ ഫ്ലഷർ ഫുഡ് മാറ്റിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ സിബ് വെച്ചിരിക്കുന്നത് കണ്ടല്ലോ ഇതേ രീതിക്ക് സിബിനെ ഒന്ന് തിരിച്ച് വയ്ക്കുക. തിരിച്ച് വെച്ചതിന് ശേഷം ഒന്ന് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് പല്ല് ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ സിബ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സിബ് ക്ലോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ടൈറ്റായിട്ട് സിബ് ക്ലോസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ വർക്ക് നെറ്റാണ് എംബ്രോയ്ഡറി നെറ്റാണെങ്കിൽ അതിൻ്റെ നൂലോ സീക്വൻസോ എന്തെങ്കിലും സിബിൽ കയറി കുരുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കട്ട് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അതിൽ വേറൊരു മാറ്റവും വരുത്തണ്ട. ഇനി ഈ സിബിന് നമ്മൾ നേരത്തെ 1 ഇഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിനകത്തൂടെ ബാക്കി നിൽക്കുന്ന സിബിനെ അകത്തോട്ടാക്കുക. അപ്പോൾ തന്നെ സിബിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെയാണോ 1 ഇഞ്ച് നേരത്തെ മാർക്ക് ചെയ്ത് നിർത്തിയത് അതിൻ്റെ തൊട്ട് ഒരു 1/4 ഇഞ്ച് മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് താഴെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്ന് വളച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആ ഹോള് വരൂലേ ഹോളിൻ്റെ അവിടം വരെ ഒന്ന് വളച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങ് താഴെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ തന്നെ ഒരേ ലെവലിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ തന്നെ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടും. കണ്ടല്ലോ സിബിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സിബ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ ഇതുപോലെ നൂല് പിന്നി ഇളവി വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഓവർലോക്ക് ഉണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്ത് കൊടുക്കുക. അതല്ല എങ്കിൽ ഇതുപോലെ ഒന്ന് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സിബിൻ്റെ സൈഡിൽ കൂടി തന്നെ സിബും ക്ലോത്തും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്ക് വശവും ഫ്രണ്ട് വശവും ഇതുപോലെ നല്ല വശവും ചേർത്ത് വെച്ചതിന് ശേഷം ഷോൾഡറുകൾ ഇതുപോലൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ലോക്ക് ഇട്ട് തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മറ്റേ വശവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ നെക്കിൽ 1/4 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയ കണക്ക് തന്നെ ഇതും ഒരല്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് നെക്കായതുകൊണ്ട് അകത്തുള്ള തുണിയെല്ലാം നന്നായിട്ട് കാണാൻ പറ്റും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ രീതിക്ക് ഇതുപോലൊന്ന് ചെയ്യുന്നത്. ഇനി ഈ സിബിൻ്റെ തുടക്ക ഭാഗം ഉണ്ടല്ലോ ഓപ്പൺ വരുന്ന ആ തുടക്ക ഭാഗത്ത് ഒന്ന് ഇതുപോലെ ക്ലോത്തുകളെല്ലാം അകത്തോട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ സിബ് പുറത്തോട്ട് ഇങ്ങനെ വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സിബിൻ്റെ ഇതുപോലത്തെ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലൊന്ന് 4ആയിട്ട് മടക്കി വയ്ക്കുക. ഷോൾഡർ ടു ഷോൾഡർ
ആം ഹോൾ ടു ആം ഹോളെല്ലാം കറക്റ്റായിരിക്കണം. അത് കറക്റ്റായി വരത്തക്ക രീതിയിൽ നെക്ക് പ്രത്യേകിച്ച് കറക്റ്റായി ലെവലായി വച്ചതിന് ശേഷം ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കി ഭാഗം എല്ലാം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ ഷോൾഡർ വിഡ്ത്ത് ആവശ്യം അത് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി നിൽക്കുന്ന ക്ലോത്ത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. എനിക്കിപ്പോൾ ഇത്രയും ബാക്കിയുണ്ട്. എന്നിട്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും തുണി തെന്നി മാറി എങ്ങാനും നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ബാക്കി വന്ന തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്തിൻ്റെ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ വരത്തക്ക രീതിയിലും ആം ഹോളിൻ്റെ സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും ചേർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഷോൾഡറിൽ നിന്ന് ആം ഹോളിലേക്കും തിരിച്ച് മറ്റേ വശം ഷോൾഡറിൽ നിന്ന് ആം ഹോളിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കല്ലേ, ഒരിക്കലും ഷോൾഡറിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഇതേ രീതിക്ക് തന്നെയാണ് മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ ലെങ്ത് കറക്റ്റാണോ നോക്കാനായിട്ട് ഷോൾഡർ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം സ്ലീവിൻ്റെ സ്റ്റിച്ച് ഒരുപോലെയാണോ നോക്കുക. ഒരുപോലെ തന്നെ വരുന്നെങ്കിൽ ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപോലെ അല്ല വരുന്നതെങ്കിൽ ഏതിലാണോ കൂടുതൽ നിൽക്കുന്നത് അതിനൊന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് നമ്മൾ 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടെടുത്ത് കുറച്ചുകൂടെ ഒന്ന് കയറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതും ലെവലാകും. ഇനി നമുക്ക് ബോഡി ഷേപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിന് മുന്നേ തന്നെ ഇതുപോലെ ഒന്ന് ഷോൾഡർ ഒന്ന് ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം ഷോൾഡറും ആം ഹോളും എല്ലാം ഒരുപോലെ വരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം താഴ്ഭാഗം നമ്മൾ ബോഡി പാർട്ടിൻ്റെ ഓപ്പൺ വരില്ലേ, ഈ ഭാഗത്ത് എന്തെങ്കിലും തുണി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇല്ല എങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഞാനിവിടെ ബെൽറ്റിലത്തേക്കായിട്ട് 1.5 ഇഞ്ച് വിഡ്ത്തിനുള്ള 2 പീസ് തുണി ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ലൈനിങ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അതിനെ നല്ല വശത്ത് ബ്ലൗസിൻ്റെ നല്ല വശത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ലൈനിങ് ക്ലോത്തിനെ ഇങ്ങനെ ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം ലൈനിങ് ക്ലോത്തിൻ്റെ പുറത്തൂടെ ഒന്ന് ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അഴുക്ക വശം ഇങ്ങനെ ഒന്ന് വയ്ക്കുക. വെച്ചതിന് ശേഷം ബെൽറ്റ് ഭാഗം ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കുക. ആദ്യം 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ലൈനിങ് ക്ലോത്തിൻ്റെ അതായത് നമ്മൾ ബെൽറ്റ് പീസില്ലേ ആ പീസ് ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഏറ്റവും അറ്റത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിക്ക് തന്നെയാണ് ബാക്ക് പാർട്ടും അല്ല മറ്റേ വശവും ഫ്രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ബാക്ക് വശമാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇതേ രീതിക്ക് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാനിവിടെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ അകം തിരിച്ച് തന്നെ നല്ല വശവും ചേർത്ത് വെച്ചതിന് ശേഷം സ്ലീവിൻ്റെ എൻഡിൽ നിന്ന് നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ലെവൽ ചെയ്ത് പിടിച്ച് വയ്ക്കുമ്പോൾ ഫ്രണ്ട് ഭാഗം ഒരു 1/2 ഇഞ്ച് വ്യത്യാസം വരും. ഫ്രണ്ട് ഭാഗത്ത് 1/2 ഇഞ്ച് കൂടുതലായിരിക്കും എപ്പോഴും. കാരണം നമ്മൾ സെൻറ്ററൂടെ നോക്കിയിട്ട് വേണം വയ്ക്കാനായിട്ട്. അങ്ങനെ കൂടുതൽ വരുന്നതിന് കാരണം തന്നെ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തപ്പോൾ ചെയ്യാനായിട്ടുള്ള തുണി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സമയത്ത് വിട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ 1/2 ഇഞ്ച് വ്യത്യാസം ഫ്രണ്ട് പീസിലത്തേക്ക് വരും. അത് നിങ്ങൾ ഒരേപോലെ പിടിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഒരു ഇറുക്കം പോലെ തോന്നും. ചെസ്റ്റ് വരുന്ന ഭാഗത്ത് ഒരു ടൈറ്റ് പോലെ തോന്നും. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റ് സൈസ് എങ്ങനെയാണോ നിങ്ങളുടെ മെഷർമെൻറ്റ് അനുസരിച്ച് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറ്റേ സൈഡ് സ്ലീവ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. സ്ലീവും ആം ഹോളിൻ്റെ അവിടം വരെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇത് കണ്ടല്ലോ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുപോലെ മാത്രം മതി. കാരണം അവിടെ നമുക്ക് ഒരു വശത്ത് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ സിബ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബോഡി മെഷർമെൻറ്റ് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം.
സൈഡ് സിബ് അറ്റാച്ച് ചെയ്യുന്നത് എൻ്റെ രീതിക്ക് മാത്രമാണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതി അറിയാമെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് എത്രയാണോ ആം ഹോൾ വേണമെന്നുള്ളത് അത് മാർക്ക് ചെയ്യുക. സ്ലീവ് വിഡ്ത്ത് എത്രയാണോ, സ്ലീവിൻ്റെ ഓപ്പൺ റൗണ്ട് എത്രയാണോ വേണമെന്നുള്ളത് അത് മാർക്ക് ചെയ്യുക. ഞാൻ ആം ഹോൾ 5.5 ഇഞ്ചും സ്ലീവ് 3.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ബോഡി പാർട്ടിൻ്റെ ഓപ്പൺ സൈഡ്, അതായത് ബ്ലൗസിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് എത്രയാണോ, ഇടുപ്പിൻ്റെ അവിടെ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം അതും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സെൻറ്ററൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിൽ എനിക്കിവിടെ 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പുണ്ട്. ആ 1.5 ഇഞ്ച് തന്നെ ഞാൻ ഇപ്പുറത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സൈഡിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് മറ്റേ സൈഡിലും വരുന്നത്. കാരണം നമ്മൾ ബാക്കി എല്ലാ സ്റ്റിച്ചിങ്ങും കറക്റ്റായി തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേ രീതിക്ക് ഇപ്പുറത്തെ സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 സൈഡും മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് കറക്റ്റാണെന്ന് നോക്കുക. കറക്റ്റ് അല്ല എങ്കിൽ ഒന്നുകൂടെ ചേഞ്ച് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ മാർക്ക് ചെയ്ത രീതിക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് ടൈറ്റ് ആകാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ തല തിരിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ സ്ലീവിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ മതി. ഇതേ രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു സൈഡ് 2 or 3 സ്റ്റിച്ച്, നിങ്ങൾക്ക് എത്ര സ്റ്റിച്ചാണോ ആവശ്യം അതനുസരിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. മറ്റേ വശം ഇനി സിബ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ആ വശം ഇതുപോലെ സ്ലീവിൽ നിന്ന് ആം ഹോൾ വരെ സ്റ്റിച്ച് ചെയ്താൽ മതി. താഴോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ എവിടെയാണോ എങ്ങനെയൊക്കെയാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിനെ നല്ല ക്ലോത്തിലൊന്ന് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ മാർക്ക് ചെയ്താലും മതി. ഞാനതിപ്പം പറയാൻ വിട്ടുപോയത് കൊണ്ടാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. അതേ രീതിക്ക് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ സിബ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പ്ലഷർ ഫുഡെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സിബിനെ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ച പോലെ തന്നെയാണ് നല്ല ക്ലോത്തിൽ, അതായത് നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലൊന്ന് ക്ലോത്തിൻ്റെ നല്ല ഭാഗമായിരിക്കണം, സിബിൻ്റെ നല്ല വശമായിരിക്കണം. ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എങ്ങനെയാണോ ബാക്ക് സിബ് സ്റ്റിച്ച് ചെയ്തത് അതുപോലെ ഈ മാർക്കിങ്ങിലൂടെ തന്നെ സ്റ്റിച്ച് വരണം. അത് കണക്കിന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മാർക്കിങ്ങിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് നേരത്തെ നമ്മൾ 1 ഇഞ്ച് ബാക്കിൽ സിബ് വെച്ചപ്പോൾ 1 ഇഞ്ച് മുകളിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയില്ല, അതുപോലെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തണം. നിർത്തിയതിന് ശേഷം ഇതേ രീതിക്ക് തന്നെ മറ്റേ സൈഡും സിബിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ മറ്റേ സൈഡിലത്തേക്കുള്ളത് ഫ്ലഷർ ഫുഡ് മാറ്റിയിട്ടുണ്ട്. ഇനി സിബിനൊന്ന് നേരത്തെ നമ്മൾ എങ്ങനെയാണോ തിരിച്ച് വെച്ചത് അതുപോലെ ഒന്ന് തിരിച്ച് വയ്ക്കണം. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സിബിനൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് വെച്ചാൽ മതി. ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ ബോഡി പാർട്ട് മാർക്ക് ചെയ്ത ആ അളവിൽ തന്നെ അതിൻ്റെ പുറത്തൂടെ തന്നെ സ്റ്റിച്ച് വരത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം. പിന്നെ പല്ല് ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് മറ്റേ വശം നമ്മൾ 1 ഇഞ്ച് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ കണക്ക് തന്നെ ഇതും അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. അപ്പോൾ ഇനി സിബിൻ്റെ പണി ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ സിബിനെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സിബ് ഈ സൈഡ് വേണമെങ്കിൽ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നൂലോ എന്തെങ്കിലും കയറി സിബിൽ കുരുങ്ങി കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പാടായിരിക്കും. പ്രത്യേകിച്ച് എംബ്രോയ്ഡറി ഡിസൈനുള്ള നെറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുരുങ്ങി നിൽക്കുന്ന ഭാഗത്തിനൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ നേരത്തെ ഇങ്ങനെ സിബ് പുറത്തല്ലേ നിന്നത്, ആ സിബിനെ അകത്തോട്ടാക്കാനായിട്ട് 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനൊന്ന് അകത്തോട്ടാക്കി കൊടുക്കണം. ഇപ്പോൾ എൻ്റെ ഗ്യാപ്പ് അവിടെ ഒന്ന് ക്ലോസ് ആയിപ്പോയിട്ടുണ്ട്, ആം ഹോൾ ക്ലോസ് ആയിപ്പോയിട്ടുണ്ട്. അതിനൊന്ന് സ്റ്റിച്ച് അഴിച്ച് മാറ്റിയതിന് ശേഷം അത് നമ്മൾ നേരത്തെ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുത്ത് അതേ രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ആ ലോക്കായിരുന്ന ആം ഹോളിനെയും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിബ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഇനി നമ്മൾ നേരത്തെ ഈ സിബ് പുറത്തല്ലേ നിന്ന് അതിനകത്തോട്ടാക്കാനായിട്ട് ഇതുപോലൊന്ന് അകത്ത് തെന്നി മാറ്റി ഇട്ടതിന് ശേഷം നമുക്ക് ആം ഹോൾ ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, സിബ് അകത്തോട്ട് വന്നിട്ടുണ്ട്. അകത്തോട്ട് വന്ന് ഇത്രയും ലെങ്ത് സിബ് ഇട്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടികളിടുമ്പോൾ ഈ സിബ് കയറി ആം ഹോളിൻ്റെ അവിടെ കയറി കുത്തുകൊള്ളാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ബാക്കി വരുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. 1 ഇഞ്ച് മാത്രം ഇട്ടിരുന്നാൽ മതി, ബാക്കിയുള്ളതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് മാറ്റുമ്പോൾ സുബ് അടുത്ത് വീണ്ടും ആ മുകൾ നമ്മൾ എവിടെയാണോ കട്ട് ചെയ്ത് അവിടെ നിന്ന് ഓപ്പണായി വരാൻ ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ക്രോസ് പീസ് ഒരു ചെറിയൊരു കട്ട് പീസ് തുണി എടുത്തതിന് ശേഷം അതിനൊന്ന് നമുക്ക് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലൊരു പീസ് തുണി എടുത്തതിന് ശേഷം സിബിനെ അതിനകത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തുണി ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒരു 2-3 സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ സിബിന് ഓപ്പണായൊന്നും വരത്തുമില്ല, കുട്ടികളുടെ ആം ഹോളിൽ കുത്തുകൊള്ളത്തുമില്ല. അപ്പോൾ ഇനി നമുക്ക് സ്ലീവിൻ്റെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആം ഹോൾ വരെ മാത്രം മതി. നമ്മൾ ആം ഹോൾ നേരത്തെ എവിടെയാണോ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത്, അതായത് ഈ സിബിൻ്റെ എൻഡ് ഭാഗം വരുമല്ലോ, ആ ഹോളിൻ്റെ അവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഹോൾ ഇതുപോലെ കൈ വെച്ച് കാണുമ്പം തന്നെ അറിയാൻ പറ്റും. അവിടം വരെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവിൻ്റെ വിട്ടുണ്ടല്ലോ അവിടെ ഒരു ഡബിൾ സ്റ്റിച്ച് ഒന്ന് കൊടുക്കുക. ഇനി ബാക്കി നിൽക്കുന്ന തുണിയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. സിബിൻ്റെ ആ ഭാഗവും മുകൾ ഭാഗവും ഞാൻ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തപ്പോഴത്തേന് എനിക്ക് വീഡിയോ കിട്ടിയിട്ടില്ല. ഞാൻ സ്ലീവിൻ്റെ അവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സിബിനകത്തോട്ട് ഇതുപോലൊന്ന് നിങ്ങൾക്കത് കാണുമ്പം മനസ്സിലാകുന്നുണ്ടാവും. താഴെ എൻ്റെ ഭാഗത്തും ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഡ്രസ്സ് ഇടുമ്പോൾ ബാക്ക് നിൽക്കുന്ന തുണിയെല്ലാം പുറത്ത് വന്ന് നിൽക്കും. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഇത് തയ്യൽ തുമ്പ് നിറയെ നിൽക്കുന്നത് കൊണ്ട് കസ്റ്റമർ നിറയെ ഇടാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ബാക്കി വന്നതിന് അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. അല്ല സിബില്ലാത്ത ഭാഗം ഫോൾഡ് ചെയ്യേണ്ടത് ഇതുപോലൊന്ന് ചെയ്താൽ മാത്രം മതി. താഴ്ഭാഗം വരുമ്പോൾ ഇങ്ങനെ ഒന്ന് മുകളിലോട്ട് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ തുണി ഇട്ട് തീരുമ്പോഴത്തേന് ബാക്കി നിൽക്കുന്ന ഭാഗം ഇങ്ങനെ തള്ളി വന്ന് നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ. സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് സൈസ് എല്ലാം കറക്റ്റാണെന്ന് നോക്കണം. താഴത്തെ ഭാഗവും അരവണ്ണവും ചെസ്റ്റ് അളവ് എല്ലാ ഭാഗവും കറക്റ്റാണോ എന്ന് നോക്കുക. കറക്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് അഴിച്ചിടുകയോ സ്റ്റിച്ച് ഒന്നുകൂടെ കൊടുക്കുകയോ ചെയ്യുക. ഇനി ലെങ്ത് എല്ലാം നോക്കണം. ലെങ്തൊക്കെ എന്തെങ്കിലും വേരിയേഷൻ നിങ്ങൾക്ക് കസ്റ്റമറിനാണെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്, പഫ് സ്ലീവ് ആയിട്ടുണ്ട്, ബാക്ക് സിബായിട്ടുണ്ട്, സൈഡ് സിബായിട്ടുണ്ട്. ഇതിലെല്ലാം ഒറ്റ വീഡിയോയിൽ തന്നെ ആയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.